നിങ്ങൾ വിശ്വസിക്കൊന്നും അറിയില്ല, പക്ഷെ ഇനി സിനിമയിലെടുത്തോ അതൊന്നല്ലോ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഇപ്പൊ പോണ വൈക്ക് നമ്മുടെ കുറച്ച് കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓർക്കൊക്കെ ടാറ്റ എടുത്തുകൊണ്ട് നമ്മൾ എവിടെ പോകുന്ന വെച്ചാൽ ഒരു ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് വേറെ എവിടെയല്ല കേട്ടോ, നമ്മുടെ ഓഫീസിൽ തന്നെയായിരുന്നു. ഓഫീസിൽ ചെന്നപ്പോൾ എനിക്ക് സ്ഥലം മാറിപ്പോയെന്ന ഒരു സംശയം, കാരണം ആ കോലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓഫീസ്. അവിടെ പിന്നെ നമ്മുടെ ഓളിനോട് വണ്ടി നടന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ പിന്നെ ഞാൻ അത് നോക്കിക്കാണ്ട് അവിടെ വെയിറ്റ് ചെയ്തത് നമ്മുടെ ഉഴത്തുമ്പോ ചെന്നാൽ മതിയല്ലോ. പക്ഷേ ലൈഫിൽ ആദ്യം വെച്ചാൽ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളൊക്കെ എന്താവും എന്തോ കണ്ടറിയാം. അങ്ങനെ എനിക്ക് പറയാനുള്ള എസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി എന്ത് ഞാൻ അവിടെ പറയണം, അതാണ് എന്റെ ടാസ്ക്. സത്യം പറഞ്ഞാൽ ഈ അറിയാത്ത സാറുമാരെ അതുപോലെ തന്നെ ലൈറ്റ് ഒക്കെ പാടെ കണ്ടിട്ട് കിളിപ്പോയോ എന്നൊരു സംശയം, അതാണ് ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. അങ്ങനെ നമ്മുടെ മൈക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഒട്ടും ടെൻഷൻ ഇല്ലാന്നല്ലേ തോന്നുന്നത്? മാറ്റൊന്നുമില്ലല്ലോ. ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഒന്നും എനിക്ക് പറയാൻ കിട്ടില്ല. ഞാൻ ഇങ്ങനെയൊന്നും അല്ലേനു, ഇത് എന്താ സംഭവിച്ചെന്ന് എനിക്കേ മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് പറയാൻ വന്നത് മാർക്ക് വെച്ചാൽ നോട്ട്ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നല്ല, ഞാൻ അവിടെ ഇരുന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാർ പരിചയപ്പെടുത്തുന്നത് ഏതായാലും ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് ഖൈർ. ആക്ഷനും കട്ടും പറഞ്ഞു നമ്മുടെ ക്യാമറമാൻ ഏതായാലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മൈക്കിൽ എന്തോ റെക്കോർഡ് ആവുന്നില്ല എന്നുള്ള പ്രശ്നം. പക്ഷേ ഇതുവരെ എടുത്തത് ഇനി റിപ്പീറ്റ് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കിളികളൊക്കെ മൊത്തത്തിൽ പാറിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേണ്ട, ഇതുവരെയുള്ളത് ഓക്കെയാണ്, ഇനി റെഡിയാക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ പോയ കിളികളൊക്കെ തിരിച്ചു വന്നിട്ടോ. അങ്ങനെ നമ്മുടെ ഇന്റർവ്യൂ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ എപ്പോഴാണ് ക്യാമറ എടുത്തുകൊണ്ട് എറിയാ. സത്യം പറഞ്ഞാൽ ഞാൻ അത്രത്തോളം തെറ്റിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മെഡൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ഷമക്കുള്ള മെഡൽ കൊടുക്കാന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കെന്നെ ദേഷ്യം വരുന്നു. പിന്നെ ഓരോ പറഞ്ഞിട്ട് കാര്യമുണ്ടായില്ല. സാർ പിന്നെ ഞാൻ നോക്കുന്നുണ്ടായില്ല, നോക്കിക്കഴിഞ്ഞാൽ എന്റെ അടുത്ത് പുറത്തേക്കിടുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇന്റർവ്യൂ നമ്മൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസിനെ പറ്റി ഒന്ന് സംസാരിക്കണ്ടായിരുന്നു. അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കോഴ്സും അതുപോലെ തന്നെ കിഡ്സ് അറബിക്കും ബിഗിനേഴ്സ് അറബിക്കും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് കൂടി പറയണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിലുള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.